ഇന്ത്യക്കാരായ മലയാളികളെ നമ്മുടെ ഇപ്പോഴുള്ള ഹെൽത്ത് കോൺഷ്യസ് ആയ ജീവിതശൈലി നമ്മുടെ ആയുർദൈർഘ്യം ഇന്ന് 60ഉം 70ഉം കടന്നു മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. 60 വയസ്സ് തികയുന്നത് വേഗത കുറയ്ക്കലായിരുന്നു എന്ന് അർത്ഥമാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ അത് പലപ്പോഴും രണ്ടാം ഇന്നിംഗ്സ് ആരംഭിക്കുക, വേറെ കരിയർ കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ വളരെക്കാലം മാറ്റിവെച്ച സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നിവയാണ്. ഇന്ത്യക്കാർ എക്കാലത്തേക്കാളും കൂടുതൽ കാലം ജീവിക്കുന്നു. ഇന്നത്തെ മാതാപിതാക്കൾ അണുകുടുംബമായി പരിണമിക്കുമ്പോൾ മക്കളുടെ സംരക്ഷണം ആഗ്രഹിക്കാമെങ്കിലും പലപ്പോഴും സംഭവിക്കാറില്ല. കാരണം ജീവിതത്തിന്റെ നെട്ടോട്ടത്തിൽ തങ്ങളുടെ മാതാപിതാക്കളെ നോക്കാൻ മക്കൾക്കു സമയം കിട്ടാറില്ല. അതുകൊണ്ട് ആയുർദൈർഘ്യം എന്ന സമ്മാനം ഒരു നിശബ്ദ വെല്ലുവിളിയുമായി വരുന്നു. നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം കാലം നിങ്ങളുടെ പണം എങ്ങനെ നിലനിർത്താം? മിക്ക കുടുംബങ്ങളും അവരുടെ സാമ്പത്തികം എങ്ങനെ ആസൂത്രണം ചെയ്യുന്നു എന്നതിനേക്കാൾ കൂടുതലാണ് ആയുർദൈർഘ്യത്തിലെ വർധനവ്. വർദ്ധിച്ചുവരുന്ന ആരോഗ്യ സംരക്ഷണ ചെലവുകൾ വഹിക്കുന്നത് മുതൽ 80കളിലോ 90കളിലോ വരുമാനം ഉറപ്പാക്കുന്നതുവരെ വാർദ്ധക്യം വിലകുറഞ്ഞതല്ല. തീർച്ചയായും അത് ഹ്രസ്വകാലമല്ല. സുവർണ വർഷങ്ങൾക്കായി നമ്മൾ എങ്ങനെ തയ്യാറെടുക്കുന്നുവെന്ന് പുനർവിചിന്തനം ചെയ്യേണ്ട സമയമാണിത്. കാരണം ഇന്ന് വിരമിക്കൽ ഒരു അവസാനമല്ല, മറിച്ച് അതിൻ്റേതായ സാമ്പത്തിക പദ്ധതി ആവശ്യമുള്ള ഒരു നീണ്ട, പ്രവചനാതീതമായ ഘട്ടമാണ്. 30കളിലും 40കളിലും 50കളിലും പ്രായമുള്ള പല ഇന്ത്യക്കാർക്കും വിരമിക്കൽ എന്ന ആശയം ഇപ്പോഴും വിദൂരമായി തോന്നുന്നു. സാമ്പത്തിക സുരക്ഷയ്ക്കു ഒരു ഫണ്ട് കെട്ടിപ്പടുക്കുക മാത്രമല്ല, യഥാർത്ഥത്തിൽ ആത്മവിശ്വാസം വളർത്തുക എന്നത് കൂടിയാണ്. അത് നിങ്ങൾക്ക് ആശങ്കയോടെയല്ല, മറിച്ച് ഓപ്ഷനുകളോടെ വിരമിക്കലിലേക്ക് പ്രവേശിക്കാനുള്ള ശക്തി നൽകുന്നു. കാരണം നിങ്ങൾ സമ്പാദിക്കുമ്പോൾ ഇന്ന് ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുന്ന ഓരോ രൂപയും നാളത്തെ ശക്തിയുടെ ഒരു സ്തംഭമായി മാറുന്നു. പ്രായമാകുന്ന ലോകത്ത് നിങ്ങളുടെ സാമ്പത്തിക ശേഷി ശക്തിപ്പെടുത്തുക. വിരമിക്കൽ വരുമാനനിക്ഷേപങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. എന്നിരുന്നാലും സ്വപ്നങ്ങൾക്ക് മാറ്റം വരാം, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയ്ക്കും മാറ്റം വരാം. പല വിരമിച്ചവരുടെയും യഥാർത്ഥ ഭയം അതാണ്. വാർദ്ധക്യത്തിന്റെ ചെലവ് മാത്രമല്ല, അവരുടെ സമ്പാദ്യം എത്ര കാലം നീട്ടേണ്ടിവരുമെന്ന അനിശ്ചിതത്വവും. എന്റെ സമ്പാദ്യം ഞാൻ അതിജീവിച്ചാൽ എന്തുചെയ്യും എന്നത് ഒരു സാധാരണ ഭയമാണ്. ഇതിനെയാണ് സാമ്പത്തിക ആസൂത്രകർ ദീർഘായുസ് അപകടസാധ്യത എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങളുടെ പണം അതിജീവിച്ചാൽ ഉണ്ടാകുന്ന അപകടസാധ്യത. പക്ഷേ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാകണമെന്നില്ല. നിങ്ങളുടെ അടുത്ത മാസത്തെ വരുമാനം ഇതിനകം തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുന്നതിന്റെ ശാന്തമായ ആശ്വാസം മാത്രം. ഇത് ഒരു ശമ്പളം പോലെയാണ്. ഒരു ശമ്പളം അല്ല. നിങ്ങളുടെ സുവർണ വർഷങ്ങൾ സുരക്ഷിതമാക്കുക എന്നത് നിങ്ങൾ എത്രമാത്രം ലാഭിക്കുന്നു എന്നതല്ല, എത്ര സമർത്ഥമായി ആസൂത്രണം ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അച്ചടക്കത്തോടെ നിക്ഷേപം തുടരുക, സമയമെടുത്തു ചിന്തിക്കുക. നമ്മുടെയും അവസ്ഥ ഇതുതന്നെയെന്ന് പൂർണ്ണമായും മനസ്സിനെ പറഞ്ഞുറപ്പിക്കുക. വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഉള്ള നമ്പറിൽ ബന്ധപ്പെടുക. നന്ദി.